കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്. ഈ പാട്ട് പാടുമ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു പെണ്ണില്ല. ആ വിഷ്വലിനകത്തും അതിന്റെ ഡയറക്ടർ പെണ്ണിനെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അന്ന് ഇറങ്ങിയ ആൽബങ്ങൾ മൊത്തം പെണ്ണായതുകൊണ്ട് നമുക്ക് പട്ടം കാണിക്കാം. പക്ഷെ ഇപ്പം പാടുമ്പം ശരിക്കും കല്ലായിലൊരു പെണ്ണുണ്ട്. സെറ്റ് ഒരു പെണ്ണല്ല, ഒത്തിരി പെണ്ണുങ്ങൾ അങ്ങനെ സങ്കല്പിച്ചു. എന്നെ കുറിച്ചാണ് ആ പാട്ടൊന്ന്. നിലവേ ഉന്നെ നിனைத்து நான் ரசிக்கிறேன். കൽബാണ് ഫാത്തിമ എന്ന ദിലേ ഫാത്തിമ ഉണ്ടാവാൻ കാരണം ഷാഫി കൊല്ലമാണ്. അതിനും കാരണം താജുദ്ദീൻ വടകരയാണ്. താജുക്കെയാണ് എനിക്ക് ഇപ്പം ഇവിടെ ഇരിക്കാൻ വരെയുള്ള കാരണക്കാരൻ. പടച്ചവന്റെ സഹായം കൊണ്ട് ഈ സംഭവത്തിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്ന് താജുക്ക കൽബാണ് ഫാത്തിമയിൽ നിന്ന് ദിലേ ഫാത്തിമ തന്ന് ഇന്ന് ആ ഒരു ഫാത്തിമ പാടിയ താജുക്ക തന്നെയാണ് ശരിക്കും കലാപരമായിട്ട് എനിക്കൊരു പവർ തന്നിട്ടുള്ളത്. എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്റെ അടി പൂങ്കരളേ. ഈ കാസറ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ ഓട്ടോക്കാർ ഏറ്റെടുത്ത്. അന്ന് ഓട്ടോക്കാർക്ക് വേണ്ടിയിട്ട് അതിൽ ബൂമിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ക്ലബിന്റെ പരിപാടിക്ക് പോയപ്പോൾ പോലീസുകാർ വരുന്നു എൻ്റെ അടുത്ത്, ഷാപ്പിന്റെ അടുത്ത്, ഈ പാട്ട് പാടാൻ പറ്റില്ല, ഇതിനെതിരെ ഇങ്ങനെ ഒരു പരാതി ഉണ്ട്, ഇതിൽ പ്രശ്നങ്ങൾ എന്ന് പറയും. പ്രേമിച്ചോരെല്ലാം നാശത്തിലാണ്, പ്രേമം വിഷക്കനിയാണ്. സലീമേട്ടനെയും നിങ്ങളെയും കണ്ടുകണ്, നമുക്ക് സന്തോഷായിക്കണ്. കിണ് ഇറങ്ങിയ സമയത്ത് സലീമേട്ടൻ തിരക്കി നടന്നു ഒന്നും തേടി പിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. എന്തിനാ അടിക്കാനാ? ഷാഫിയിലെ പോട്ടെ താജുല്ലേ പോട്ടെ, തൽക്കാലം ജലാലെങ്കിലും അങ്ങനെ നല്ല കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഫുട്പാത്തിൽ 10-12 മണിക്കൂർ വെയിൽ കൊണ്ടിട്ട് നിന്ന കുറേ കാലങ്ങൾക്ക് പടച്ചോൻ തന്ന ഗിഫ്റ്റ്. നാളെ വേണമെങ്കിൽ ഒരു ഹിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള തൻ്റെ ഇടമൊന്നും ഇപ്പോഴും പോയിട്ടില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ അവസാനിച്ച്. ജലാൽ മാഗ്നസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്. ജലാലിന്റെ ഷർട്ട് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചു. നൈനീഷയായിട്ടുള്ള ഇന്റർവ്യൂ ഇട്ടിരിക്കുന്നതും കളർഫുൾ ഷർട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് വീണ്ടും പൂക്കളുള്ള കളർ ഷർട്ട്. അടിപൊളി. കൂട്ടുകാരന്റെ ഗിഫ്റ്റാ, ഞാൻ അറിയില്ല. ഞാൻ എടുത്ത ഷർട്ട് വേറെയാണ്, അവൻ കൊണ്ടുവന്നാണ്. ഇപ്പോഴും ഇത്രയും സുന്ദരനായിട്ടിരിക്കുക. പഴയ വീഡിയോകൾ കാണുമ്പോൾ ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമ്മൾ ഈ പുതിയ വീഡിയോയിൽ കാണുമ്പോൾ ഉണ്ടാവുള്ളൂ. അല്ല, എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? പാട്ടാണോ? രജനീഷ് ചേട്ടാ, അത് പിന്നെ നമ്മള് കലാകാരനാണ്, പടച്ചവനുമായിട്ട് കുറച്ച് അടുക്കാൻ പറ്റി. അത് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും ലോക്കാണ്. പിന്നെ നല്ലത് കാണാൻ, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കുക, അതിനെ മാത്രം ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാലും മനുഷ്യനാണ്, തെറ്റുകളിലേക്ക് പോകും. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കിട്ടിയത് എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അതിനൊക്കെ വലിയ സന്തോഷം ഇനി എനിക്ക് പ്രായം കുറഞ്ഞ പോലെ ഉണ്ടാവും. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി രജനീഷ് ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് ഷർട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നെഞ്ചിനുള്ളിൽ വേറെ ലെവൽ. ഇത് വെച്ചിട്ടുള്ള കിണു പാട്ടുണ്ടാവും. വെയിറ്റ്. ആദ്യം കല്ലായിലൊരു പെണ്ണുണ്ട്. കണ്ണിലിതെന്നും നിൻമുഖമാ, ചുണ്ടിലിതെന്നും തേനിശല, കവിതകൾ എഴുതും നേരം ഞാൻ പുഞ്ചിരി മാത്രം കാണുന്നു, വെള്ളി നിലാവിൽ മിന്നും പോലെ, വെള്ളി നിലാവിൽ മിന്നും പോലെ, കാഞ്ചനവനിയിലെ രാജകുമാരി, കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴ കല്ലാണേ. ഈ പാട്ട് പാടുമ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു പെണ്ണില്ല. ആ വിഷ്വലിനകത്തും അതിന്റെ ഡയറക്ടർ പെണ്ണിനെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അന്ന് ഇറങ്ങിയ ആൽബങ്ങൾ മൊത്തം പെണ്ണായതുകൊണ്ട് നമുക്ക് പട്ടം കാണിക്കാം. പക്ഷെ ഇപ്പം പാടുമ്പം ശരിക്കും കല്ലായിലൊരു പെണ്ണുണ്ട്. സെറ്റ് ഒരു പെണ്ണല്ല, ഒത്തിരി പെണ്ണുങ്ങൾ അങ്ങനെ സങ്കല്പിച്ചു. എന്നെ കുറിച്ചാണ് ആ പാട്ടൊന്ന്. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയല്ലേ? നമ്മളൊരു പാട്ട് എഴുതുന്നു, നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ഇമാജിനേഷനിൽ എഴുതുന്നു. പക്ഷെ കുറെ പെണ്ണുങ്ങൾ അത് വിശ്വസിക്കുന്നു, ആണുങ്ങൾ. എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച ചോദ്യത്തിന് രജനീഷ് ചേട്ടൻ ഇപ്പൊ ഉത്തരം പറഞ്ഞു. അതെ അതെ അതെ. ഇനി എല്ലാം വിശ്വസിച്ചോളിങ്ങള്. അല്ല, സീരിയസ്ലി കല്ലായിലൊരു പെണ്ണുണ്ട് കേട്ടോ. അത് ഒളിച്ചു വെച്ചിരിക്കണേണ് കേട്ടാ. ഇത് സെറ്റാ. ഇങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ട് വന്നതാ വേറൊരു സ്ഥലത്ത് നിന്ന്. ആ പെണ്ണിന്റെ ഡീറ്റെയിൽ പറയാതെ. അപ്പോൾ ഒരുപാട് പേര് അത്തരം ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ സങ്കല്പിക്കും. ഇതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതല്ല സക്സസ്. നിങ്ങളൊരു വലിയ സക്സസ് ആയി പോവായിരുന്നു ശരിക്കും. എനിക്ക് തോന്നുന്നു അത് പറയണമെങ്കിൽ കൽബാണ് ഫാത്തിമ മുതൽ ഇല്ലെങ്കിൽ ദിൽഹെ ഫാത്തിമയിലേക്ക് എത്തുന്നതാണ് മാഗ്നസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ. ദിൽഹെ ഫാത്തിമയാണ് മാഗ്നസിന്റെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ കൽബാണ് ഫാത്തിമ ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ട് ശരിക്കും കേരളത്തിൽ. ഒരു കാലഘട്ടത്തിൽ ജാസി ഗിഫ്റ്റ് ലജ്ജാവതിയുമായിട്ട് വന്നില്ലേ, അതേപോലെ ഒരു പൊട്ടലായിരുന്നു അത്. ഈ ഒരു ആൽബം സോങ് ഇങ്ങനെ പോകുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു. ഇതിനെ അംഗീകരിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഈ മറ്റേ ക്വാളിറ്റി കുറഞ്ഞ പാട്ട് കേൾക്കുന്ന ആൾക്കാരുടെ പാട്ടായിട്ട് ആദ്യം പറയുന്നു.
പിന്നീട് നോക്കിയപ്പോ കേരളത്തിൽ മുഴുവനും തരംഗവേദന പോവാണ്. അപ്പം നമ്മൾ തന്നെ ഇപ്പൊ പാട്ട് പാടാൻ അറിഞ്ഞൂടാത്ത ഞാൻ വരെ ഫാത്തിമ എന്ന് പാടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു വിജയമാണ്. അപ്പൊ ദിൽഹെ ഫാത്തിമയിലേക്ക് കൽബാണ് ഫാത്തിമ എന്ന് ദിലേ ഫാത്തിമ ഉണ്ടാവാൻ കാരണം ഷാഫി കൊല്ലമാണ്. അതിനും കാരണം താജുദ്ദീൻ വടകരയാണ്. പക്ഷെ ഇന്നലെ വരെ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഈ നെഞ്ചുക്കുള്ള നീതാനെ എന്നുള്ള ആ പാട്ട് ചെറിയ മക്കൾ പാടുന്നത്, പിന്നെ അതിനു മുൻപ് ഒരു ക്യാമ്പസിനകത്ത് ബാൻഡായിട്ട് ആ ക്യാമ്പസിനകത്ത് കുട്ടികൾ പാടുന്നത്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ താജുക്കയുടെ തുറന്നു പറഞ്ഞു, താജുക്ക ഇത് വല്ലാത്തൊരു സംഭവമാണ്. ഷാഫിയുടെ അടുത്തും പറഞ്ഞു. കാരണം എന്നെയൊന്നും ഇപ്പോഴും അറിയില്ല, താജുക്കിനെയും ഷാഫിനെയും അറിയാം. പക്ഷെ എന്നിട്ട് ഇവർ ഈ പാട്ടെടുത്ത് പാടുമ്പം നമുക്ക് വല്ലാത്തൊരു സംഭവം തന്നെയാണ്, പുതിയ ഒരു ജനറേഷൻ. പക്ഷെ പണ്ട് ഈ സംഭവത്തിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആളുകൾ മാപ്പിളപ്പാട്ടിനെ കൊന്നു, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇതാക്കി. ഒരു പാട്ടിനെ ഒന്നും ആക്കിയിട്ടില്ല. കാലഘട്ടത്തിനനുസരിച്ച് പുതിയ കലാകാരന്മാർ വരുന്ന കലാവിരുന്നുകൾ ഉണ്ടാവുന്നു. അത് പല വർക്കിലും പല സിനിമയിലും പല രീതിയിലും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു പ്രൊഡക്റ്റായിട്ട് വരുന്നു. അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടമായി എന്നാണ്. പിന്നെ അത് മോശം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഫീൽഡിലുള്ളവരായിരിക്കും. ഓഡിയൻസ് മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കണം. അവർ മോശം എന്ന് പറഞ്ഞ ആ വർക്കിനെ നമ്മൾ അടുത്ത വർക്കിൽ നല്ലതാക്കി മാറ്റാൻ ശ്രമിക്കണം. ഇതിൽ രണ്ടാമതിപ്പം താജൂക്കയാണ് എനിക്ക് ഇപ്പം ഇവിടെ ഇരിക്കാൻ വരെയുള്ള കാരണക്കാരൻ. പടച്ചവൻ്റെ സഹായം കൊണ്ട് താജൂക്ക എൻ്റെ അടുത്ത് നീ രണ്ടാമത് വരണം, പ്രോഗ്രാം ചെയ്യണം, ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം. എനിക്ക് ശരിക്കും അത് ഒരു എന്താ പറയുക, നമ്മുടെ ഫാമിലിയിൽ നിന്നും ഒരു ഫാദറിൻ്റെ വാപ്പയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് ഒരു കലാകാരനാണ് എല്ലാവരുടെ ഉള്ളിലും നമുക്കറിയാം. ആർക്കും മുകളിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തവരാണ് ഒരു കലാകാരൻ്റെ ഹൃദയം. അവിടെ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആണോ അത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മൂപ്പരെ വിളിച്ച് ചോദിക്കും, ഞാൻ ഇങ്ങനെ പോകണ്ടേ, ഇങ്ങനെ തരുന്നുണ്ടേ. എനിക്കത് ഭയങ്കരമായിട്ടൊരു പ്രചോദനമായി. കാരണം ഞാൻ മറന്നു ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു. അത് താജുക്ക പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു പവറായി. അന്ന് താജുക്ക കൽബാണ് ഫാത്തിമയിൽ നിന്ന് ദിൽഹെ ഫാത്തിമ തന്ന്, ഇന്ന് ആ ഒരു ഫാത്തിമ പാടിയ താജുക്ക തന്നെയാണ് ശരിക്കും കലാപരമായിട്ട് എനിക്കൊരു പവർ തന്നിട്ടുള്ളത്. അപ്പൊ ദിൽഹെ ഫാത്തിമ പാടിയിട്ട് നമുക്ക് അതിന്റെ എന്താ പറയാ ചിൽഡ്രൻസ് ഫാത്തിമയിലേക്ക് പോവാം. സമ്മതിച്ചേട്ടാ, നമ്മള് ചിൽഡ്രൻസ് ഫാത്തിമ ഇറക്കിയത് അത് ഞാൻ ആദ്യം പറയട്ടെ, കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് പോലും ഓർമ്മയില്ല. ദിൽഹെ ഫാത്തിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിന്റെ സെയിം കരോക്കെ ഉപയോഗിച്ചിട്ട് അൽക്കയും വേറെ 2 കുട്ടികളെ ഉപയോഗിച്ചിട്ട് കുറച്ച് പാട്ടിന്റെ ലിറിക്കൊക്കെ മാറ്റിയിട്ട് ഇറക്കിയ വർക്കാ. ആ ഒരു വർക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ഓർമ്മിച്ചെടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാല് ഇനിയിട്ടൊന്നൊരു സല്യൂട്ട് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ മൊത്തം കൊളാവും. അതുകൊണ്ട് സെറ്റ് അടിപൊളി. दिल के अंदर तू है ना, सामने भी तू है ना, आँख में भी तू है फातिमा फातिमा, നെഞ്ചുക്കുള്ളേ നീ താനേ, കൺകൾ മുഴുതും നീ താനേ, കാതൽ അൻപത് നീയേ ഫാത്തിമ ഫാത്തിമ, ലൈല ലൈല നീയൻ കൽബാ, നീയും ഞാനും പണ്ടേ മുഹബത്താ. അതൊക്കെ പാടി കഴിഞ്ഞിട്ട് ഷാഫി പാടിയ വരിയിലാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ടത്, എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. നിലവേ ഉന്നെ നിனைத்து நான் ரசிக்கிறேன், இதயம் இரவில் உன்னைத்தான் தேடுகிறேன், அழகே நின் അനുരാഗം അലിവാർന്നിറങ്ങി ആ മധുര തേനുണ്ണാൻ മോഹങ്ങളേറി മലരെ നിന്നെ കിനാവ് കണ്ടുറങ്ങി ഞാൻ, മനതാരില്ല നേരം സ്വന്തമെന്ന് തോന്നി